ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനിമി വില്ലേജ്. നമ്മളിന്ന് പറയാൻ പോകുന്നത് സീസൺ 1 എപ്പിസോഡ് 8 ആണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അപ്പൂപ്പനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്ന ആൾക്കാരുടെ അടുത്തേക്ക് നമ്മൾ സാബുസാവിലും വന്നിട്ട് വളരെ മാസ് കാണിച്ചിരുന്നു. കക്കാശി ആണെങ്കിൽ അവനെ മടക്കി ലോക്ക് ചെയ്തതോട് കൂടിയാണ് കഴിഞ്ഞ എപ്പിസോഡ് നിന്നത്. ഈ എപ്പിസോഡിൽ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് കക്കാശി അവനെ മടക്കി ലോക്ക് ചെയ്തിരിക്കുന്നതാണ്. അവനാണെങ്കിൽ വലിയ ചിരി ഇരിക്കുകയാണ്. ആർക്കും ഒന്നും മനസ്സിലാവില്ല. അപ്പോഴും അവൻ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. കക്കാശി പറയും, നീ എൻ്റെ ബ്ലോക്കിലല്ലേ, പിന്നെന്തിനാ നീ ചിരിക്കുന്നതെന്ന്. അപ്പോഴായിരിക്കും ടെസ്റ്റ്. ഇത് ശരിക്കും അത് ബ്ലോക്ക് ചെയ്തതല്ല. വില്ലൻ ആദ്യം തന്നെ ഒരു വാട്ടർ ക്ലോൺ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ കക്കാശി വെച്ചിരിക്കുന്നത് ആ റിയൽ വില്ലനിലല്ല, അതൊരു വാട്ടർ ക്ലോണിലാണ്. കക്കാശിൻ്റെ പിറകിൽ തന്നെ ആ വില്ലൻ ഉണ്ടായിരുന്നു. കക്കാശിൻ്റെ നേരാണെങ്കിൽ അവൻ്റെ ബഡാ വാളെടുത്തിട്ട് ഒന്നൊന്നര വീശും. കക്കാശിയാണെങ്കിൽ ജസ്റ്റ് മിസ്സിനൊന്ന് കുനിഞ്ഞു കൊടുത്തിട്ട് നേരെ വെള്ളത്തിലേക്ക് ചാടും. ജസ്റ്റ് മിസ്സിനാണ് കക്കാശി രക്ഷപ്പെടുക. അപ്പോൾ കക്കാശി നീച്ച് നിന്നിട്ട് ഇതെങ്ങനെ എന്നിട്ടും പിടിവിടാതെ നമ്മുടെ സാബുസവൽ ഓടി വരുമ്പോൾ ആ വരുന്ന വഴിയിലൊക്കെ സ്പൈക്സ് വെച്ചിരിക്കുകയാണ് നമ്മുടെ കക്കാശി. എന്നിട്ടും തളരാതെ അവൻ ഓടുന്നത് കണ്ടിട്ട് നമ്മുടെ നറൂട്ടോ, സാക്കുറ, സാസ്കയൊക്കെ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കക്കാശി ആ വെള്ളത്തിൽ തൊട്ട് നോക്കിയിട്ട് പറയും, ഈ വെള്ളം നല്ല ഹാർഡാണെന്ന് പറയും. അധികം വൈകിയില്ല, അവനാണ് ബാക്കിലേക്ക് ഓടി വന്നിട്ട് വെള്ളത്തിൻ്റെ മണ്ടക്ക് കയറി നിന്ന് ഒരുപാട് ഹാൻഡ് സൈൻസ് കാണിച്ചിട്ട് കക്കാശിനോട് ജയിലിൻ്റെ ഉള്ളിൽ പോലുള്ള സ്ഥലത്ത്, ഒരു വാട്ടർ ജയിൽ എന്ന് പറയാം, അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി നിർത്തി ബ്ലോക്കാക്കും. എന്നതിന് ശേഷം ഒരുത്തരൊക്കെ മറ്റുള്ളവരും കൂടി തീർക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു പവർഫുള്ളായിട്ടുള്ള വാട്ടർ കോളനിയും കൂടി ഉണ്ടാക്കും. ഇത് കണ്ടിട്ട് നമ്മൾ 4 പേര് അന്തം വിട്ട് നിൽക്കുകയാണ്. ഇനി നിങ്ങളെ കഥ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ വാട്ടർ ക്ലോൺ ഓടി വരുമ്പോൾ നറൂട്ടോ ഈ ഒന്നും മനസ്സിലാവാതെ അട്ടത്ത് നോക്കി നിൽക്കുകയാണ്. വാട്ടർ ക്ലോൺ ചാടി വന്ന് അടിച്ച് തിരിഞ്ഞ് നറൂട്ടോൻ്റെ പിറകിൽ വന്ന് ഒരൊറ്റ അടി അടിക്കും. നറൂട്ടോ ആണെങ്കിൽ തെറിച്ച് ചെന്ന് വെക്കും. അവൻ എത്രയോ സ്നേഹിക്കുന്ന ഹെഡ് ബാൻഡ് ആണെങ്കിൽ അവിടെ വീണ് കിടക്കും ചെയ്യും. നറൂട്ടോക്കാണെങ്കിൽ ഒരേ സമയം പേടിയും കരയാനൊക്കെ തോന്നും. പക്ഷെ നറൂട്ടോക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല, കാരണം കക്കാശി അവിടെ ജയിലിലാണ്. കക്കാശി വീണ്ടും വീണ്ടും വിളിച്ചു പറയും, നിങ്ങളെ ഓടിക്കോ, ആ മുത്തശ്ശനെയും കൊണ്ട് ഓടി രക്ഷപ്പെടാനൊക്കെ പറയും. പക്ഷെ അവർ ഓടില്ല. അപ്പോൾ നമ്മുടെ സാസ്കെ വന്നിട്ട് ഇവനെങ്ങനെ വിട്ടാൽ ശരിയാവില്ല, ഇവനെ നേരത്തെ തന്നെ കക്കാശി ഉണ്ടായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ബാക്കിൽ വന്ന് നിന്ന് വെട്ടിത്തെറിപ്പിച്ച ആളാണ്, അതുകൊണ്ട് ഇവനെ തീർക്കണം എന്ന് പറഞ്ഞ് ഓടി വന്നിട്ട് ഒരു 5-6 സ്റ്റാർ എടുത്തിട്ട് അവൻ്റെ നേരെ എറിയും. അവനാണെങ്കിൽ സിമ്പിളായിട്ടൊരൊറ്റ വെട്ടിന് ആ 5-6 സ്റ്റാറും തെറിപ്പിക്കും. ഇത് കണ്ട് സാസ്കെ വരെ ഞെട്ടും. അവൻ ഓടി വന്നിട്ട് സാസ്കേൻ്റെ കഴുത്തിന് പിടിച്ചിട്ട് നിലത്തടിക്കും. എന്നതിന് ശേഷം ചവിട്ടി പിടിക്കും. സാസ്കെ ആണെങ്കിൽ രക്തം തെറിച്ച് അവിടെ കിടക്കുകയായിരിക്കും. ഇത് കേട്ട് ആകെ ബുദ്ധിയും വിവരമുള്ള ഒരേ ഒരെണ്ണേ നമ്മളെ കൂടെ ഉള്ളൂ. അവനാണെങ്കിൽ ഇപ്പോൾ ഫ്ലാറ്റായി. ഇത് കണ്ട് നറൂട്ടോ പേടിച്ച് ബാക്കോട്ട് ഓടുമ്പോൾ ഒരു വള്ളിയിൽ തടഞ്ഞ് വികും. അവൻ ആലോചിക്കും അവൻ്റെ മുറി നിലത്ത് തട്ടിയ വേദനയിൽ അവൻ എന്തൊക്കെ ചെയ്തെന്ന്. ആ വേദനയിൽ കൂടി തന്നെ അവന് പറയും, നിന്നെ ഞാൻ തീർക്കുവടാ, എൻ്റെ ജീവൻ പണയപ്പെടുത്തി തീർക്കും. അപ്പോഴായിരിക്കും അവൻ കാണാം അവനേറെ റെസ്പെക്റ്റ് കൊടുക്കുന്ന അവൻ്റെ ആ ഹെഡ് ബാൻഡ് അവിടെ നിലത്ത് അവൻ ചവിട്ടി പിടിച്ചിരിക്കുകയാണെന്ന്. ഇത്രയും കാലം ചെയ്ത് കക്കാശി നമ്മളെ പഠിപ്പിച്ചത് ടീം വർക്ക്, ഈ ഞാൻ ഹൊക്കാകെ ആവുമെന്ന് പറഞ്ഞത്, ഇതൊക്കെ അപ്പോൾ വെറുതെ ആവുമെന്ന് ആലോചിക്കുമ്പോൾ അവൻ പറയും, ഈ ഞാൻ എന്തായാലും തിരിഞ്ഞോടേണ്ട ഒരാളല്ല, നിന്നെ ഞാൻ തീർക്കും, നിന്നെ ഭാവിയിൽ തീർക്കേണ്ട ഒരാളാണ് ഞാനാണ് നറൂട്ടോ ഒസുമാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ ചാടി ഓടി വന്നിട്ട് ഒരൊറ്റ അടിക്കാൻ നോക്കും. പക്ഷേ സാബുസവിലാണെങ്കിൽ ഒരൊറ്റ ചവിട്ടിട്ട് അവൻ്റെ പിന്നെയും തെറിപ്പിക്കും. അപ്പോൾ സാക്കുറ വിചാരിക്കും ഇവൻ ഇങ്ങനൊരു മണ്ടനാണല്ലോ എന്ന്. അപ്പോഴായിരിക്കും നമ്മുടെ സാക്കുറ കാണാം അവൻ ചുമ്മാതെല്ലാം അങ്ങോട്ട് പോയത് അവൻ്റെ ഹെഡ് ബാൻഡ് കൈ പിടിച്ചുകൊണ്ടാണ് വന്നത്. ഇത് കാണുമ്പോൾ സാസ്കെ വരെ ഇവന് ഇത്രയും ധൈര്യം ഉണ്ടായിരുന്നു എന്നൊന്ന് ചിന്തിച്ചു പോവും. അവനാണെങ്കിൽ വളരെ മാസായി അവൻ്റെ 5-6 പൊട്ടിയിട്ടുണ്ടെങ്കിലും
മാസായി വന്നിട്ട് ആ ഹെഡ് ബാൻഡ് തലയിലും കെട്ടി നിന്നെ ഭാവിയിൽ ഒരു ഹൊക്കാക്കെ വന്ന് തീർക്കും. ആ ഹൊക്കാക്കേൻ്റെ പേരാണ് നാറൂട്ടോ. ഒസുമാക്കി എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ചുണ്ടുമുള്ള ചോരയും തുടച്ച് നിൽക്കും. ഇത് കണ്ട് സാസ്കേക്ക് വരെ ഇത്രയും കാലമില്ലാത്ത ഒരു റെസ്പെക്റ്റൊക്കെ ഓനോട് വരും. ഇവരുടെ ഈ കുഞ്ഞുവായിൽ വലിയ വർത്താനം കേട്ട് സഹിവെട്ട വില്ലനാവട്ടെ ഇവനെ ആണെങ്കിൽ ഒറ്റ ഞെരുക്കലിന് തീർത്ത് കളയാന്ന് പറഞ്ഞിട്ട് അവർ നേരെ വരും. അപ്പോൾ നമ്മളെ മുത്തശ്ശൻ പറയും, നിങ്ങൾ പേടിച്ചോടരുത് മക്കളെ, ഒരാളെ വിട്ടിട്ട് ഞാനെന്തായാലും ഒരാളെ മരിപ്പിച്ചുകൊണ്ട് ഞാനെന്തായാലും എങ്ങോട്ട് പോവില്ല. നിങ്ങളെ സെൻസ് ചെയ്ത് നിങ്ങൾ കഴിയുന്ന അത്രയും ശക്തിയിൽ നിങ്ങൾ ശ്രമിച്ച് കൈയാണെങ്കിൽ രക്ഷിച്ചോളിന്ന് പറയും. ഇതും കൂടി കേൾക്കേണ്ട കുറവ് നമ്മളെ നാറൂട്ടോക്ക് ആണെങ്കിൽ ഡബിൾ ട്രിപ്പിൾ ഹാപ്പി. ഇവിടെയാണെങ്കിൽ നമ്മുടെ സാബുസ വില്ലനാണെങ്കിൽ തല കുനിച്ച് നിൽക്കും. നമ്മുടെ കക്കാശി ആണെങ്കിൽ ശ്വാസം വിടാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഓടിപ്പോയിക്കോ, നമ്മുടെ മിഷനാണ് പ്രധാനം, ഒരാളും ജീവനല്ല, ജീവനേക്കാൾ കൂടുതൽ മിഷനാണ് പ്രധാനം എന്ന് അവിടെ തൊള്ള വിടാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സാബുസ വില്ലൻ പറയും, ഇവരെ എന്തായാലും ഞാൻ തന്നെ തീർക്കുമെന്ന് പറയും. അപ്പോൾ വീണ്ടും ഇങ്ങനെ കക്കാശി പറഞ്ഞപ്പോൾ നാറൂട്ടോ തന്നെ ചോദിക്കും, എന്താ അപ്പാപ്പ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അപ്പാപ്പൻ പറയും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ജീവന് വേണ്ടി മറ്റൊരാളുടെ ജീവൻ പോക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. നീ എനിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോന്ന് പറയും. ഇത് കേൾക്കേണ്ട താമസം നാറൂട്ടോക്കാണെങ്കിൽ 200 മടങ്ങ് ഹാപ്പിയാവും. ഇവിടെ ആണെങ്കിൽ സാബുസ വില്ലനാണെങ്കിൽ ഇതൊക്കെ കേട്ട് എന്താ നടക്കുന്നതെന്ന് ഒന്നും മനസ്സിലാവില്ല. അപ്പം സാബൂസ പറയും, ഞാൻ എൻ്റെ ചെറുപ്പപ്രായത്തിൽ തന്നെ ഒരുപാട് രക്തം കണ്ടിട്ടുണ്ട്, ഒരുപാട് രക്തം കൈകൊണ്ട് എടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മളെ നാറൂട്ടോ ചോദിക്കും, നിനക്ക് കോഴിപ്പീടികയിലാണോ പണിയെന്ന് ചോദിക്കുമ്പോൾ അല്ലല്ല, ഞാൻ മനുഷ്യരുടെ രക്തമാണ് മുറിച്ചെടുത്തതെന്ന് പറയുമ്പോൾ നമ്മുടെ കക്കാശി പറയും, പണ്ട് ഹിഡൻ മിസ്റ്റ് എന്ന് പറയുന്ന ഒരു വില്ലേജ് ഉണ്ടായിരുന്നു, അവിടെ പൈപ്പ് തുറന്നാൽ പോലും രക്തമാണ് വരിക എന്ന് പറയുമ്പോൾ നമ്മളെ കുട്ടികളൊക്കെ അന്തം വിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ സാബുസവിലെ പറയും, നിനക്ക് അത്രയൊക്കെ അറിയുമെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കക്കാശി പറയും, അവിടെയുള്ള ഒരുപാട് പേരെ ഇവൻ കൊന്നൊടുക്കിയിട്ടുണ്ട്, ഇവൻക്ക് രക്തം എന്ന് പറഞ്ഞാൽ തന്നെ ഹരാന്ന് പറയുമ്പോൾ നമ്മൾ നാറൂട്ടോ സാസ്കയൊക്കെ അന്തം വിട്ട് നിൽക്കും. അത് പറയുമ്പോൾ തന്നെ നമ്മുടെ സാബുസ വില്ലൻ ഓടി വന്നിട്ട് നമ്മുടെ സാസ്കയുടെ നെഞ്ചത്ത് തന്നെ ചവിട്ടും. സാസ്ക ആണെങ്കിൽ ചോര തുളുമ്പി അവിടെ കിടക്കും. സാസ്ക ആണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കും. നിന്റെ കൈ വെട്ടണോ കാല് വെട്ടണോ എന്ന് ചോദിക്കും. സാസ്ക ആണെങ്കിൽ ജീവനും മുറുക്കി പിടിച്ച് ശ്വാസം പിടിച്ച് അവിടെ കിടക്കുകയാണ്. ഇവിടെയാണ് നാറൂട്ടോക്ക് ഇതും കൂടി ആയപ്പോൾ കാലി അടക്കി പിടിച്ചില്ല. അവനാണെങ്കിൽ അവൻ്റെ ഷാഡോ ക്ലോൺ ജുറ്റ്സ് ഉപയോഗിച്ചിട്ട് ഒരു 100 ഷാഡോ ക്ലോൺ ഉണ്ടാക്കും. ഈ ഷാഡോ ക്ലോണിനെ കാണുമ്പോൾ നമ്മൾ സാബുസ വില്ലൻ ഒന്നൊന്ന് ആശ്ചര്യപ്പെടുമെങ്കിലും ഇതിനൊക്കെ ഞാൻ ഒറ്റ വെട്ടിന് തീർക്കുമെന്ന് പറയും. അവന് വെട്ടാൻ നിൽക്കുമ്പോഴത്തിന് നമ്മളെ എല്ലാ ഷാഡോ ക്ലോണും അവൻ്റെ മേത്തേക്ക് ചാടിയുകയും ഈ കുനിഞ്ഞു നിന്ന സാബുസ ഒന്ന് എണീറ്റ് നിന്നപ്പോൾ തന്നെ ഈ 100 ഷാഡോ ക്ലോണും 10 കിലോമീറ്റർ തെറിച്ചിട്ട് വീണ് കിടക്കും. നമ്മൾ റൂട്ടാണെങ്കിൽ 1-2 കിലോമീറ്റർ അപ്പുറത്ത് പോയി വീണ് കിടന്നിട്ട് നമ്മുടെ സാസ്കേക്കാണെങ്കിൽ ഒരു കത്തി എറിഞ്ഞു കൊടുക്കും. നീ ഏതായാലും പെട്ടു, എന്നെന്തിനാ പെടുത്തെന്ന് ചോദിക്കുമ്പോഴാണ് നാറൂട്ടോ അങ്ങനെ ചിരിച്ചു നിൽക്കുക. അപ്പോഴായിരിക്കും സാസ്കേക്കും അവൻ്റെ പ്ലാൻ എന്താണെന്ന് മനസ്സിലാവുക. സാസ്കയാണെങ്കിൽ ആ കത്തി നിവർത്തി പിടിച്ച് എറിയാൻ റെഡി ആയിട്ട് നിൽക്കും. നാറൂട്ടോ ആണെങ്കിൽ എന്തോ ചെയ്ത് തീർത്ത് മട്ടിൽ അങ്ങനെ ഇളിച്ചുകൊണ്ടിരിക്കുകയാണ്. സാസ്കി ആണെങ്കിൽ കറങ്ങി വന്നിട്ട് ആ ബ്ലേഡ് എടുത്തെറിയും. സാബൂസ് ആണെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യാൻ വിചാരിക്കുമ്പോൾ അത് അവന് നേരെ ആയിരിക്കില്ല, ആ ക്ലോണിനല്ല, ആ റിയൽ സാബൂസിന് നേരായിരിക്കും. സാബൂസ് നിൻ്റെ ബുദ്ധി കൊള്ളാമല്ലോ എന്ന് പറഞ്ഞിട്ട് അവരാണെങ്കിൽ ആ മറ്റേ കൈ കൊണ്ട് അതുകൊണ്ട് ബ്ലോക്ക് ചെയ്ത് പിടിച്ചു നിർത്തും ആ വാളുകൊണ്ട്. പക്ഷെ ഇത് കണ്ടിട്ടും നമ്മളെയൊക്കെമാർക്കും ഒരു വിളിക്കും ഉണ്ടാവില്ല. അവൻ ചാടി കിടക്കുമ്പോഴായിരിക്കും നമ്മുടെ സാക്കുറ പെണ്ണ് ആലോചിക്കുക, ഇവർ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയപ്പോഴാണ് പോയല്ലോ എന്ന്. അപ്പം നമ്മളെ സാസ്കി ഒന്ന് ചിരിക്കും. അപ്പം ഷാഡോ ക്ലോണ് അത് ഒന്നൊന്നല്ല, അതൊരു 100 നാറൂട്ടോൻ്റെ ഷാഡോ ക്ലോണായിട്ട് അവൻ്റെ ബാക്കിൽ നിന്ന് കത്തി എറിയുന്നതോട് കൂടി നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഗൈസ്, എങ്ങനെയുണ്ട് ഈ എപ്പിസോഡ്?
നറൂട്ടോയും സാബുസായിട്ടുള്ള ഈ ഫൈറ്റ് മുഴുവൻ കാണണമെങ്കിൽ നിങ്ങൾ അടുത്ത എപ്പിസോഡ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. സോറി. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡ് കാണുന്നവരെ ഓക്കെ ബൈ.